നമസ്കാരം. ഇത്രയും വയറിൻ കിണ്ട് വിത്തോട് ഗർഭിണിയാവൽ വിത്തോട് പ്രസവിക്കൽ അങ്ങനെ വിഷയം എനിക്ക് വിഷയം. നിങ്ങൾക്ക് വയറ് കുറയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് തടി കുറയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഫ്രസ്ട്രേഷൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഇട്ട് തീർക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ലക്ഷം പേരുണ്ടാവും. അപ്പോൾ ആ ലക്ഷം പേരിൽ 10 വയസ്സായ കുട്ടികളുണ്ടാവും, 15 വയസ്സായ 20 വയസ്സായ വരും തലമുറയിലെ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരും ഇതുപോലുള്ള ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറും. തടി കൂടിയാലും കുഴപ്പമില്ല, വയറ് ചാടിയാലും കുഴപ്പമില്ല, ഇതൊന്നും വലിയ കാര്യമുള്ള കേസൊന്നുമല്ല, ഇതൊക്കെ സിമ്പിളായിട്ട് മൈൻഡിലെടുക്കാവുന്ന കാര്യങ്ങളാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എപ്പോൾ നോക്കിയാൽ ഈ ബോഡി ഷെയ്മിങ് അതിൻ്റെ തുമ്പ് പിടിച്ച് മാത്രം പോവാണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ അനുഭവിച്ചിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഈ ബോഡി ഷെയ്മിങ് മാറ്റി വയ്ക്കുക. ഓക്കെ, അത് ബോഡി ഷെയ്മിങ് അത്ര രസമുള്ള സംഭവം എന്നല്ല, അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. അത് സംഭവം ബോഡി ഷെയ്മിങ് കിട്ടുമ്പോൾ അത്യാവശ്യത്തിന് മാനസിക വിഷമം ഉണ്ടാവും. പക്ഷേ ഈ മാനസിക വിഷമം മാത്രമല്ലാണ്ട് എന്തൊക്കെ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്തായിരുന്നു, നിങ്ങൾ ഇത്ര വർക്കൗട്ട് ചെയ്യാറുണ്ടോ, നിങ്ങൾ നടക്കാറുണ്ടോ, നിങ്ങൾ ഉറങ്ങാറുണ്ടോ, ഇതൊക്കെ ഒന്നിനെ പറ്റിയും സംസാരിക്കാണ്ട് ഈ എന്താ പറയുക സെലിബ്രിറ്റീസ് വന്നിരുന്ന് ഇപ്പോൾ നോക്കിയാലും ബോഡി ഷെയ്മിങ്ങിൻ്റെ പിന്നാലെ മാത്രം പോരുത്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്തായിരുന്നു, നിങ്ങളുടെ ഫുഡ് സ്റ്റൈൽ എന്തായിരുന്നു, ബാക്കിയുള്ള കാര്യങ്ങളും കൂടി മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കണ്ടേ. ഓക്കെ, അപ്പോൾ